നമസ്കാരം സുഹൃത്തുക്കളെ, 50 ഹോട്ട് ടോപ്പിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് നമ്മൾ എടുത്തത് നാട്ടുരാജ്യ സംയോജനവും സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ്. രണ്ടാമത് നമ്മൾ ഹരിത വിപ്ലവം എടുത്തു. നമ്മൾ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് രൂപീകരിക്കപ്പെട്ടത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നു, അത് എന്താണ് അതിന്റെ ഘടന, സ്ട്രക്ചർ എന്താണ്, അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ ഇതിന്റെ തുടർച്ചയെന്നാണ് നമ്മൾ നാലാമത്തെ ടോപ്പിക് നീതി ആയോഗ് ആയിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് അവിടെ പൂർണ്ണത വരികയുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് അംഗമാവുക. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശ്രദ്ധിക്കുക, 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് ആസൂത്രണ കമ്മീഷന് രൂപം കൊടുക്കുന്നത്. ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കാരണം 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആദ്യം എന്ത് ചെയ്തു? ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ഒരു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ഫോം ചെയ്യുമ്പോഴും ആദ്യം എന്തുണ്ടാവും? ഒരു കമ്മിറ്റി രൂപീകരിക്കണം അല്ലേ? അതിന് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1938 അന്ന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് 38 കഴിഞ്ഞു, അങ്ങനെ ആ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. 46 അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേ വർഷം നമുക്കറിയാം ഒരു ഇടക്കാല ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ട് അല്ലെ. അന്ന് ഇടക്കാല ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു അല്ലെ. ആ 46 ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡും രൂപീകരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? 38 ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. 46, 39, 46 ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇടക്കാല ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരികയും ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിനെ രൂപീകരിക്കുകയും ചെയ്തു. അതിന്റെ അധ്യക്ഷനായിട്ട് ചെയർമാനായിട്ട് ആരെയാണ് നിയോഗിച്ചത്? KC നിയോഗിയെ ആണ് കേട്ടോ. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് KC നിയോഗിയെയാണ് നിയമിച്ചത്. 48, 49 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഒരു റിപ്പോർട്ട് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ത് ചെയ്തു? ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. നമുക്ക് പഠിക്കുന്ന സമയത്ത് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ച് 2 ചോദ്യങ്ങൾ എപ്പോഴും തെറ്റുവരുന്ന ഒരു മേഖലയാണ്. അതിൽ പഠിക്കേണ്ടത് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ അതിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. നമ്മൾ ഈ 38 തുടങ്ങി. ഈ 38 തുടങ്ങിയിട്ട് നമ്മൾ ഈ ആസൂത്രണ കമ്മീഷന്റെ SCERT കാര്യങ്ങളൊക്കെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ SCERT കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തരാം. അപ്പോ അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ടോപ്പിക്കിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? 38 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC സമ്മേളനം. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് മനസ്സ് പോകണം. ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത്. ആ സമയത്ത് ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചു. കാരണം ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 38 കഴിഞ്ഞു, 46 ആയപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു ഇടക്കാല ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് KC നിയോഗിയാണ് നിയമിച്ചത്. 48, 49 കാലഘട്ടത്തിൽ അവർ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. അത്രയും കാര്യങ്ങൾ അവിടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് അറിയാം 1950 മാർച്ച് മാസം 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഇതും കൂടിയിട്ട് ഒപ്പം പഠിക്കണം. യോജന ഭവനാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസ്ഥാനം. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അതേപോലെ ഇതിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ആസൂത്രണ കമ്മീഷന്റെ ചുമതലകള് പദ്ധതികൾ തയ്യാറാക്കണം അല്ലെ. പദ്ധതി എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ആദ്യം പദ്ധതി തയ്യാറാക്കണം, പിന്നെ അതിന് നടത്തിപ്പും ചെയ്യണം അല്ലെ. ഇത് തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പോരാ, അത് നടത്തി കാണിക്കണം അല്ലെ. പദ്ധതി തയ്യാറാക്കണം, അതിന്റെ നടത്തിപ്പ്, ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യണം? ആസൂത്രണ കമ്മീഷൻ സമർപ്പിക്കണം. ഇത് രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്? ഇന്ത്യ ഗവൺമെന്റിന്റെ, ഒരു വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായ പ്രമേയത്തിലൂടെയാണ്.
ലളിതമായ പ്രമേയം. ഇവിടെ ലളിതം എന്ന് ശ്രദ്ധിക്കണം. ലളിതമായ പ്രമേയത്തിലൂടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായ പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് കേട്ടോ. 1950 മാർച്ച് മാസം 15-ന്. 1950 മാർച്ച് 15-ന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം? പ്രധാനമന്ത്രി ആയിരിക്കണം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഇനി ആ ആസൂത്രണ കമ്മീഷനിൽ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് ആണ് ആ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുക. അന്നത്തെ കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? CD ദേശ്മുഖ്. ഒന്ന് CD ദേശ്മുഖ്. രണ്ടാമത്തത് VT കൃഷ്ണമാചാരി. മൂന്ന് GL മേത്ത. 4 RK പാട്ടീൽ. ഈ 4 അംഗങ്ങളായിരുന്നു അന്നത്തെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ അധ്യക്ഷൻ 1950 ഒന്ന് ഞാൻ പറയാം. ഈ സ്ലൈഡ് ഒന്നും കൂടി റിവിഷൻ വരാം. ഇനിയും ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്ത് എന്നുള്ളൊരു ചോദ്യം വരാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് ഫുള്ള് പഠിച്ചല്ലോ. 48-49 റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 50 ആയപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അല്ലെ. മാർച്ച് 15-ാം തീയതി നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അതവിടെ ആദ്യം പഠിക്കുക. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനിലാണ്. ഈ കമ്മീഷന്റെ ചുമതല എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പദ്ധതി തയ്യാറാക്കുക, അതിന് നടത്തിപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷനായിട്ടും. ഉപാധ്യക്ഷനായിട്ട് ഗുൽസാരിലാൽ നന്ദയും. അതിൽ കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടാവും. ആരാണ് ഈ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുക? കേന്ദ്ര ക്യാബിനറ്റ് ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അന്നത്തെ കമ്മീഷൻ അംഗങ്ങൾ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആൻഡ് VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ഇവിടെ ഓക്കെ ആയല്ലോ. ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഈ ആസൂത്രണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ മാതൃക അനുസരിച്ചിട്ടാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന റഷ്യ. ഓക്കെ, ആ സോവിയറ്റ് യൂണിയന്റെ മാതൃക അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആസൂത്രണ എന്ന പദ്ധതി നമ്മുടെ ഇന്ത്യ രാജ്യം കടമെടുത്തിരിക്കുന്നത്. ഈ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്, ഇനി ആസൂത്രണ കമ്മീഷൻ പദ്ധതികളൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൊടുക്കുന്നത് ഏതിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 5 ഇയർ പ്ലാനിലൂടെയാണ് പദ്ധതികൾ ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത്. നിലവിൽ വന്നത് എപ്പോഴാണ് പഠിച്ചത്? 1950 മാർച്ച് മാസം 15-നാണ്. ഇതവിടെ വ്യക്തമായി പഠിക്കണം. നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? ഒരു ഭരണഘടനാ സമിതിയല്ല അല്ലെ, ഭരണഘടന മൂലം രൂപീകരിക്കപ്പെട്ടതല്ല. അതൊരു ഉപദേശക സമിതി ആണ്. ആസൂത്രണ കമ്മീഷൻ എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായ പ്രമേയത്തിലൂടെ വന്നതുകൊണ്ടാണ് അതൊരു ഉപദേശക സമിതിയായിട്ട് മാറാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ ആസൂത്രണ കമ്മീഷൻ നമുക്കറിയാം 2015 എന്ത് ചെയ്തു? നിർത്തലാക്കി അല്ലെ. എന്താ 2015 നിർത്തലാക്കാൻ കാരണം? മോദി ഗവൺമെന്റ് അധികാരത്തിലേറുകയാണ് അല്ലെ. ആ മോദി ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ എന്ത് ചെയ്തു? ഈ ആസൂത്രണ കമ്മീഷനെ അവസാനിപ്പിക്കുകയും പകരമായിട്ട് എന്ത് കൊണ്ടുവന്നു? നീതി ആയോഗ് നടപ്പിലാക്കുകയും ചെയ്തു അല്ലെ. അപ്പോ അവസാനത്തെ ചെയർമാൻ എന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യം വന്നത്. നീതി ആയോഗിന്റെ അവസാനത്തെ ചെയർമാൻ ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രി. 2015 നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ 2015 പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര മോദിയാണ്. അവസാനത്തെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ്. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് മോണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഏത് രാജ്യത്തിന്റെ മാതൃക അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയന്റേതാണ്. ഇനി എങ്ങനെയാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ, അതായത് 5 ഇയർ പ്ലാനിലൂടെ. എന്നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് മാസം 15. ഇതൊരു ഉപദേശ
ഉപദേശക സമിതിയാണ്. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായ പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ടത് കൊണ്ടാണ്. അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മോണ്ടെ സിംഗ് അലുവാലിയ ആണ്. എന്താണ്, എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ അവസാനിപ്പിച്ച വർഷം? 2015 ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. അതേപോലെ സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? അതെല്ലാം ആസൂത്രണ കമ്മീഷൻ ആണ് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ ആണ് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നതും ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നതും സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നതും ആസൂത്രണ കമ്മീഷനാണ്. അതേപോലെ ഒരു HDR റിപ്പോർട്ട് 2011 എന്ത് ചെയ്യുന്നുണ്ട്? ആസൂത്രണ കമ്മീഷൻ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ. എന്താണ് HDR റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആസൂത്രണ കമ്മീഷൻ പുറത്തിറക്കുന്നത് 2011. അത്രയും കാര്യങ്ങൾ അവിടെ ഓക്കെയായി. ഇനി നമുക്ക് ഒരു NDC യെ കുറിച്ചിട്ട് ഇതിൽ പറയാനുണ്ട്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് കേട്ടോ. നമ്മൾ ആസൂത്രണ കമ്മീഷൻ വന്നത് എപ്പോഴാണ് പഠിച്ചത്? 1950 മാർച്ച് മാസം 15 എന്ന് പറഞ്ഞു അല്ലെ. 52 ആയപ്പോൾ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ത് ചെയ്തു? നിലവിൽ വന്നു. 1952 മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണം. ഓഗസ്റ്റ് 6 കേട്ടോ. ഈ NDC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ NDC രൂപീകൃതമായത്? അത് നമ്മൾ പഠിക്കണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഠിക്കണം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ NDC രൂപീകരിക്കപ്പെടുന്നത്? അതായത് ഇപ്പോ ഈ ആസൂത്രണ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യും, അതിന്റെ കാര്യങ്ങൾ അതിനെയൊക്കെ മനസ്സിലാക്കി അതിന്റെയൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവസാനം തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുന്നത് ആര് തന്നെയാണ്? അത് ഈ NDC ആണ് കേട്ടോ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് കേട്ടോ. വികസന കാര്യങ്ങളില് ഉന്നത തീരുമാനങ്ങൾ കേട്ടോ. വികസന കാര്യങ്ങളില് ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിന്റെ ഒരു അതോറിറ്റി ആണ് കേട്ടോ. ഉന്നത വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന രാജ്യത്തിന്റെ അതോറിറ്റിയാണ് ഏത്? NDC എന്ന് പറയുന്നത്. 52 ഓഗസ്റ്റ് 6 ഇത് രൂപീകൃതമാകുന്നത്. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ് കേട്ടോ. ആസ്ഥാനം ന്യൂഡൽഹി ആണ്. പക്ഷെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി ആണ്. പക്ഷെ അത് എവിടെയാണ്? വിധാൻ ഭവൻ ആണ് കേട്ടോ. നമ്മൾ ആസൂത്രണ കമ്മീഷൻ ഏത് ഭവനാണ് പഠിച്ചത്? ആസൂത്രണ കമ്മീഷൻ യോജന ഭവൻ അല്ലേ. ആസൂത്രണ കമ്മീഷൻ യോജന ഭവൻ ആണെങ്കിൽ NDC വിധാൻ ഭവനാണ്. NDCയുടെ ചെയർമാനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ. NDCയുടെ ചെയർമാനും പ്രധാനമന്ത്രി തന്നെയാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. 52 എന്ന് പറയുമ്പോൾ അറിയാലോ, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ഇനി ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. പിന്നെ NDCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1952 ഓഗസ്റ്റ് 6 നിലവിൽ വന്നു കഴിഞ്ഞു. പക്ഷെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസമായപ്പോഴാണ്, നവംബർ 8, 9 തീയതികളിലായിട്ടാണ് NDCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് കേട്ടോ. ഇനി ഈ NDCയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിച്ചോളണം. പ്രധാനമന്ത്രിയാണ് അതിന്റെ ഒരു അംഗം അല്ലെ. അധ്യക്ഷൻ എപ്പോഴും അല്ലെങ്കിൽ ചെയർമാൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതേപോലെ പിന്നെ ആരാ ഉള്ളത്? കേന്ദ്ര മന്ത്രിമാർ ഉണ്ടാകും, സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ടാകും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി, അതായത് നമുക്കറിയാം പുതുച്ചേരി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എന്താണ്? മുഖ്യമന്ത്രിയാണ് അല്ലെ. അതേപോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ, മനസ്സിലാകുന്നുണ്ടോ? ഇവരൊക്കെ ആയിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉണ്ടാകുക കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എന്തായിരിക്കും? നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? മുഖ്യമന്ത്രിമാര്. അങ്ങനെയാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. അപ്പോൾ മുഖ്യമന്ത്രി ഉള്ള സ്ഥലത്ത് മുഖ്യമന്ത്രി ആകും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഇവർ ആയിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഉള്ളത്. 1967 ഒക്ടോബർ മാസം 7 NDCയെ എന്ത് ചെയ്തു? ഒന്ന് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി വിപുലീകരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1967 ഒക്ടോബർ മാസം 7 ഓക്കെ ആണോ?
അപ്പൊ നമ്മൾ NDC കുറിച്ചിട്ട് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ഓട്ടിച്ചു പോകാം. NDC എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും ആസൂത്രണ കമ്മീഷൻ 1950 എന്ന് പഠിക്കുമ്പോൾ മാർച്ച് 15 എന്ന് പഠിക്കുമ്പോൾ തൊട്ട് 2 വർഷം കഴിഞ്ഞതും NDC രൂപീകരിച്ചു എന്ന് പഠിക്കണം കേട്ടോ. ഓഗസ്റ്റ് 6. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. അതിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഉണ്ടാകും, കേന്ദ്രമന്ത്രിമാരുണ്ടാകും, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുണ്ടാകും. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാര് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിന്റെ സമ്മേളനം 1952 നവംബർ മാസം 8, 9 തീയതികളിലായിട്ടാണ് ആദ്യമായിട്ട് സമ്മേളനം നടന്നത്. അത്രയും കാര്യങ്ങൾ NDC കുറിച്ച് പഠിക്കാം. ഇനി നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ട്. 1967 കേട്ടോ. 1967 സംസ്ഥാനത്ത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിന്റെ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാനമാകുമ്പോൾ അതിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും ഇല്ലേ? 1967 എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് നമ്മുടെ EMS നമ്പൂതിരിപ്പാടായിരുന്നു കേട്ടോ. EMS ആയിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? MK ഹമീദ് ആണ് കേട്ടോ. MK ഹമീദ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി ഇല്ലേ? എങ്കിൽ നമുക്ക് പുതിയ SCERT-യിൽ എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ചയും വികസനവും കൈവരിക്കുന്നതിന് സ്വീകരിച്ച തന്ത്രം ആസൂത്രണമായിരുന്നു. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിലെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം. വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് വിശ്വേശ്വരയ്യ ആണ്. 1950 സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷനാണ്. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. 51 മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ ആസൂത്രണ പ്രക്രിയ നടപ്പിലാക്കിയത്. ഇനി ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, സ്ഥാപനവും കാലയളവും പഠിക്കുകയാണെങ്കിൽ, ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിതമായി. ഇത് 2014 വരെ തുടർന്നു അല്ലെ? നടപ്പിലാക്കൽ എങ്ങനെയാണ്? ആസൂത്രണ പ്രക്രിയ 1951 മുതൽ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. മുഖ്യ വ്യക്തികൾ വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഇനി PC മഹൽനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നു കേട്ടോ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി PC മഹൽനോബിസ്. ഇതിന്റെ ഘടന എങ്ങനെയാണ്? ആസൂത്രണ കമ്മീഷന്റെ ഘടനയിൽ പ്രധാനമന്ത്രി അധ്യക്ഷനും പിന്നെ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ഘടന പ്രധാനമന്ത്രി അധ്യക്ഷൻ. അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു നമ്മൾ പഠിച്ചത്? ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ആരാന്ന് പറഞ്ഞത്? ഗുൽസാരിലാൽ നന്ദ അല്ലെ? ആരാണ്? ഗുൽസാരിലാൽ നന്ദ എന്ന് പറഞ്ഞു. എങ്കിൽ ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? CD ദേശ്മുഖ്, BT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ഓർമ്മയുണ്ടല്ലോ അല്ലെ? പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഓരോന്ന് പഠിച്ചോളണം. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യനീതി എന്നിവ ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. തെറ്റാൻ പാടില്ല. 4 ഓപ്ഷനും തിരിച്ചും മറിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വേറെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ട് കേട്ടോ. വളർച്ച പഠിച്ചോണം. ഉൽപാദനത്തിലെ വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളർച്ച എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിലെ വർധനവാണ്. ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യനീതി. അതേപോലെ ഇവിടെ നീതി ആയോഗ് തന്നിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. അതിന്റെ ലക്ഷ്യം എന്താണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യമിടുന്നത്. നീതി ആയോഗിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കണം കേട്ടോ. കറണ്ട് അഫെയർ അടക്കം നീതി ആയോഗിൽ നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം.
ഒന്ന് ഓട്ടിച്ചിട്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ആദ്യം നമ്മൾ വർഷം പഠിക്കണം. 1938 എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനം അല്ലെ. 38 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചു. 1946 ഒരു ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നു. ആ ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷനായിട്ട് KC നിയോഗിയാണ് നിയമിച്ചത്. 1948-49 കാലഘട്ടം 1949 കാലമായപ്പോൾ അവർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1950 മാർച്ച് മാസം 15-ാം തീയതി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവനാണ്. യോജന ഭവൻ ന്യൂഡൽഹി ആണ്. ആസൂത്രണ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് പദ്ധതികൾ തയ്യാറാക്കലും നടത്തിപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ലളിതമായ പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷനിലെ ഘടന എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും, അതായത് ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങൾ എന്നിവരാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും അതിൽ കേന്ദ്ര ക്യാബിനറ്റ് നിയമിച്ച അംഗങ്ങൾ എന്ന് പറയുന്നത് CD ദേശ്മുഖും, VT കൃഷ്ണമാചാരിയും, GL മേത്തയും, RK പാട്ടീലുമാണ്. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ മാതൃക ആണ്. ഇനി ഈ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് മാസം 15-നാണ്. അതേപോലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണെങ്കിൽ അവസാനത്തെ ചെയർമാൻ മോണ്ടെ സിംഗ് അലുവാലിയ ആണ്. അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആസൂത്രണ കമ്മീഷന്റെ മറ്റൊരു പേരുകളാണ് സൂപ്പർ ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, പിന്നെ എന്താ സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 2001 ഒരു HDR റിപ്പോർട്ട് കേട്ടോ. 2001 ഒരു HDR റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ 2011 അവിടെ പറഞ്ഞത്. 2001 എന്ത് ചെയ്യുന്നത്? ഒരു HDR റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ ഒരു HDR ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2001 സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞു. 1952 NDCയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഒരു NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വന്നു. അത് ഒരു ഉപദേശക സമിതി തന്നെയാണ്. പിന്നെ എന്താണ്? അതിന്റെ ആസ്ഥാനം എവിടെയാ പഠിച്ചത്? വിധാൻ ഭവനാണ് പഠിച്ചത്. അതിന്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. NDCയുടെ സമ്മേളനം 1952 നവംബർ മാസം 8-ാം തീയതി 8-9 തീയതികളായിട്ട് നടന്നു. ആ NDCയിൽ അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി അധ്യക്ഷനായും, പിന്നെ കേന്ദ്രമന്ത്രിമാരും, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആരൊക്കെയാണ്? മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങൾ. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. പിന്നെ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒരു നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ കേട്ടോ. അത് പ്രീവിയസ് ചോദ്യമാണ്, വിട്ടതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വിട്ടതാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965 കേട്ടോ. 1965. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വർഷങ്ങൾ 1950 മാർച്ച് മാസം 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ NPC നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. 1967 കേരള ആസൂത്രണ കമ്മീഷൻ, കേരള പ്ലാനിംഗ് കമ്മീഷൻ, KPC കേരള പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. മനസ്സിലായോ? ഈ 4 വർഷങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ 4 വർഷം നന്നായിട്ട് പഠിക്കണം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ, 52 NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസില്, 65 നാഷണൽ പ്ലാനിംഗ് കൗൺസില്, അതേപോലെ 1967 കേരള പ്ലാനിംഗ് കമ്മീഷൻ, 1938 ദേശീയ ആസൂത്രണ
കമ്മിറ്റി, 38 ദേശീയ ആസൂത്രണ കമ്മിറ്റി, 46 ഇടക്കാല ഗവൺമെന്റ്, പഠിച്ചല്ലോ 2001 HDR റിപ്പോർട്ട് സമർപ്പിച്ചു. അത്രയും വർഷങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 3 ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ ടോപ്പിക് നമുക്ക് എടുക്കണം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നീതി ആയോഗ് എടുത്തേ പറ്റൂ കേട്ടോ. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50 ടോപ്പിക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് അരിച്ചു പെറുക്കിയിട്ട് പുതിയ SSCRT അടക്കം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നോട്ട് തരിക കേട്ടോ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. സപ്പോർട്ട് നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.